സിമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് സിമെന്റ്. ഇതില് സിമെന്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കാൽഷ്യം സിലിക്കേറ്റിന്റെയും കാൽഷ്യം അലൂമിനേറ്റിന്റെയും ഒരു മിശ്രിതമാണ് സിമെന്റ്. കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം അലൂമിനേറ്റ്, അതിന്റെ ഒരു മിശ്രിതമാണ് സിമെന്റ് എന്ന് പറയുന്നത്. സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുണ്ണാമ്പുകല്ല്, കളിമണ്ണ് തുടങ്ങിയ, പിന്നെ ജിപ്സം ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ രാസവസ്തുക്കൾ സിമെന്റിലുണ്ട് എന്നുള്ള ലൈം, സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ ട്രൈ ഓക്സൈഡ്, സോഡിയം മോണോക്സൈഡ് ആൻഡ് പൊട്ടാഷ്യം, ഇവയൊക്കെ സിമെന്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. ഇവിടെ സിമെന്റ് നിർമ്മാണ പ്രക്രിയ, നമ്മുടെ നാട്ടില് സിമെന്റ് നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന രീതി, എങ്ങനെയാണ് സിമെന്റ് നിർമ്മിക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ വിഷ്വൽ നിങ്ങൾക്ക് കാണാം. കളിമണ്ണ്, ചുണ്ണാമ്പുകല്ല് ഇവ ഈ ചൂളയിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ജിപ്സം എന്നുള്ള രാസവസ്തുവും കൂടെ ചേർത്തതിന് ശേഷം, അത് സിമ്പിൾ ആയിട്ട് പറയുന്നതേ ഉള്ളൂ, കളിമണ്ണും ചുണ്ണാമ്പുകല്ലും 1500 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം കിട്ടുന്നത് സിമെന്റ് ക്ലിങ്കർ എന്ന ഒരു രാസവസ്തു. അതിൽ ജിപ്സം ചേർത്ത് പൊടിച്ചിട്ടാണ് സിമെന്റ് നിർമ്മിക്കുന്നത്. ഈ സിമെന്റിൽ ജലം ചേർക്കുന്ന സിമെന്റ് സെറ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ സിമെന്റിൽ ജലം ചേർക്കുമ്പോൾ അത് ഉറച്ച് കട്ട പിടിക്കുന്ന പ്രവർത്തനത്തെയാണ് സിമെന്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി കാൽഷ്യം സിലിക്കേറ്റിന്റെയും കാൽഷ്യം അലൂമിനേറ്റിന്റെയും ഹൈഡ്രേഷൻ ആണ് സിമെന്റ് സെറ്റിംഗ്. അപ്പൊ എന്താണ് സിമെന്റ് സെറ്റിംഗ് എന്ന് ചോദിച്ചാൽ കാൽഷ്യം സിലിക്കേറ്റിന്റെയും കാൽഷ്യം അലൂമിനേറ്റിന്റെയും ഹൈഡ്രേഷൻ, ജലവുമായിട്ടുള്ള പ്രവർത്തനം. സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ജിപ്സം. പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ട്. ജിപ്സം എന്ന രാസവസ്തുവാണ് സിമെന്റിന്റെ സെറ്റിംഗ് സമയം. നമുക്ക് പല ടൈപ്പ് സിമെന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്സ് കിട്ടും, സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സിമെന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓരോന്നും അതിന്റെ ആ ആവശ്യം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഉദാഹരണം, ഇപ്പൊ നമ്മുടെ വീടിന്റെ റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സിമെന്റ് ആയിരിക്കും നല്ലത്. ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്സ് ഒക്കെ ഈ വെള്ളത്തിലൊക്കെയുള്ള പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പില്ലറുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ഉപയോഗിക്കാം. ഇനി സിമെന്റ് സെറ്റിംഗ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ സിമെന്റ് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് വിശദമാക്കാം. പോർട്ട്ലാൻഡ് സിമെന്റ് വ്യാപകമായി ഉപയോഗിക്കുന്ന സിമെന്റ് ആണ്. നമ്മൾ സിമെന്റ് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹൈ അലൂമിന സിമെന്റ്, ഉയർന്ന തോതിൽ അലൂമിന അടങ്ങിയ സിമെന്റ് ആണ്. ഇത് വളരെ പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റ് ആണ്. അത് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഏത് ഉപയോഗത്തിനാണോ ഉപയോഗിക്കേണ്ടത് അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ സിമെന്റ് സെലക്ട് ചെയ്യേണ്ടത്. സൂപ്പർ സൾഫേറ്റ് സിമെന്റ് സെറ്റിംഗ് നടക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ മാത്രം വികാസം ഉണ്ടാകുന്ന സിമെന്റ് ആണ് സൂപ്പർ സൾഫേറ്റ് സിമെന്റ്. അത് അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള സിമെന്റ്സ് ആണ്. പിന്നെ സ്പെഷ്യൽ സിമെന്റ് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ സെറ്റിംഗ് പൂർത്തിയാക്കുന്ന സിമെന്റ് ആണ്. ഉയർന്ന അളവിൽ അലൂമിന അടങ്ങിയ സിമെന്റ് വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിമെന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. സിമെന്റ് സെറ്റിംഗ് വളരെ സാവകാശം നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. പൂർണ്ണമായും സെറ്റ് ആകുവാൻ 3 ആഴ്ചയിലധികം സമയം വേണ്ടിവരും. ആയതിനാൽ കോൺക്രീറ്റ് ഒക്കെ നമ്മൾ ചെയ്തതിനു ശേഷം വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തുന്നത് ഈ സെറ്റിംഗ് സമയത്ത് പുറത്തു വരുന്ന താപം, ഈ താപം മൂലം നമ്മുടെ ആ കോൺക്രീറ്റ് സ്ലാബുകളിൽ വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചില്ല എങ്കിൽ ഇത് ഈ വരുന്ന സിമെന്റ് സെറ്റിംഗ് സമയത്ത് പുറത്തു വരുന്ന താപം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ സ്ലാബ് ചെറിയ ക്രാക്കുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പുറത്തു വരുന്ന താപത്തെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വീടുകളുടെ ഉൾവശമൊക്കെ പൂശുമ്പോൾ തന്നെയും പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചു തുടങ്ങും. ഇതിന്റെ കാരണം ഇതാണ്, ഇത് സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താപം പുറത്തു വരും. ആ ചൂട് മൂലം ആ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഭാഗം തന്നെ ഒരു പക്ഷേ പൊട്ടിപ്പോകാൻ സാധ്യത. ഈ വരകൾ പോലെ നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ കഴിയും. അത് ശരിക്കും വെള്ളം ഒഴിക്കാത്തതിന്റെ ആ സമയത്ത് സെറ്റിംഗ് ടൈമിൽ വെള്ളം ഒഴിക്കാത്തതിന്റെ ഒരു പ്രശ്നം മൂലം ഉണ്ടായതാണ്. അടുത്തത് ഗ്ലാസ്, വളരെ പ്രധാനപ്പെട്ട രാസവസ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു കൂടിയാണ് ഗ്ലാസ്. എന്താണ് ഗ്ലാസ്? സിലിക്കേറ്റുകളുടെ ഒരു മിശ്രിതമാണ് ഗ്ലാസ്. ഇതില് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ സിലിക്ക, SiO2 സിലിക്കൺ ഡയോക്സൈഡ്, ലൈംസ്റ്റോൺ CaCO3, സോഡ ആഷ് തുടങ്ങിയവയാണ്. ഈ അസംസ്കൃത വസ്തുക്കൾ ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കിയ ശേഷം അനുയോജ്യമായ അച്ചുകളിൽ ഒഴിച്ചോ ഊതി വീർപ്പിച്ചോ ആണ്
വ്യത്യസ്ത ഗ്ലാസ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. പലപ്പോഴും സ്കൂളുകളിൽ നിന്നൊക്കെ ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തുമ്പോൾ ഗ്ലാസ് ഫാക്ടറികളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ ആലപ്പുഴയിൽ എക്സൽ ഗ്ലാസ് ഫാക്ടറി ഉണ്ട്. അവിടെ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം കൂടെ വളരെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കിയതിനു ശേഷം ചുവന്ന ഒരു ദ്രാവകമായിട്ട് തന്നെയാണ് അത് ഈ അച്ചിലേക്ക് വന്ന് വീഴുന്നത്. എന്നിട്ട് അത് നമുക്ക് ആവശ്യമായ രീതിയിൽ കുപ്പികളായാലും മറ്റേതെങ്കിലും രീതിയിലായാലും ആക്കി മാറ്റിയതിനു ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കുന്നു. സോ ഗ്ലാസ് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. മണൽ, ലൈംസ്റ്റോൺ, സോഡ ആഷ് തുടങ്ങിയവ. ഇനി പലതരം ഗ്ലാസുകൾ നാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കറിയാം ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് മെറ്റീരിയൽസ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബുകൾ തുടങ്ങിയ ബീക്കറൊക്കെ നിർമ്മിക്കാനുള്ളത്. ഒപ്റ്റിക്കൽ സ്പെക്സ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി തുടങ്ങിയവയ്ക്ക് മറ്റു രീതിയിലുള്ള ഗ്ലാസ് ആണ്. ഇത് നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അത് വേറൊരു വിഭാഗമാണ്. അപ്പോൾ ഇത്തരം ഫൈബർ ഗ്ലാസ് ഉണ്ട്. അതുപോലെ സേഫ്റ്റി ഗ്ലാസ്, വാഹനങ്ങളുടെ വിൻഷീൽഡൊക്കെ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഗ്ലാസ് ഉണ്ട്. ഇവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സോഡ ഗ്ലാസ്, സിലിക്ക, സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഇവയാണ് സോഡ ഗ്ലാസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഉപയോഗം ജനൽ പാളികളൊക്കെ നിർമ്മിക്കുന്ന ഗ്ലാസ് അതാണ്. ദർപ്പണങ്ങൾ, ബൾബുകൾ, ബോട്ടിലുകൾ, ജാറ് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവ. സോഡ ഗ്ലാസ് ആണ് അതിന്റെ പേര്. ഇവ താപനിലയിലെ വ്യത്യാസം വലുതായിട്ട് താങ്ങുവാൻ കഴിയുന്നവയായിരിക്കത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്തത് ഹാർഡ് ഗ്ലാസ്, അതായത് ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഹീറ്റ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ താപനിലയിലുള്ള വ്യത്യാസം താങ്ങാൻ കഴിവുള്ള ഗ്ലാസുകളാണ് ഇവ. അതുകൊണ്ടാണ് നമ്മൾ ലബോറട്ടറി പർപ്പസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സിന് നിർമ്മിക്കാൻ വേണ്ടി ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. കാരണം ടെസ്റ്റ് ട്യൂബിലൊക്കെ രാസവസ്തുക്കൾ എടുത്തിട്ട് ചൂടാക്കുമ്പോൾ വളരെയധികം നേരം ചൂടാക്കിയാലും ആ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോകാൻ പാടില്ല. ബീക്കറുകൾ, അതുപോലെ മറ്റ് രാസവസ്തുക്കൾ, ഇപ്പോൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഇവ ലാബിൽ ഉപയോഗിക്കുന്ന, കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന ഈ രാസവസ്തുക്കൾ. അപ്പോൾ അത് ഹാർഡ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. സിലിക്ക, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് തുടങ്ങിയ ഉപയോഗം ലബോറട്ടറി ഉപകരണങ്ങൾ, ഫാക്ടറിയിൽ, അതുപോലെ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. താപനിലയിലെ വ്യത്യാസം താങ്ങാനുള്ള കഴിവ് ഉള്ള രാസവസ്തുവാണ്, അല്ലെങ്കിൽ കഴിവുള്ള ഗ്ലാസ് ആണ് ഇവ. അടുത്തത് ഒപ്റ്റിക് ഗ്ലാസ്, കണ്ണാടി. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്, സ്പെക്സ് ഒക്കെ നിർമ്മിക്കുന്നത്. സിലിക്ക, പൊട്ടാസ്യം കാർബണേറ്റ്, ലെഡ് ഓക്സൈഡ് ആൻഡ് സോഡിയം കാർബണേറ്റ്. ലെൻസ്, പ്രിസങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന് പ്രത്യേക ശുദ്ധമായതാണ്, മാലിന്യമില്ലാത്ത. കാരണം നമുക്ക് കണ്ണിന്റെ പവറൊക്കെ കൃത്യമായി കണ്ടെത്തിയതിനു ശേഷം വളരെ കൃത്യമായി കാഴ്ച വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് ആകുമ്പോൾ അതിൽ യാതൊരു മാലിന്യങ്ങളും ഉണ്ടാകാൻ പാടില്ല, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആയിരിക്കണം ഇത്. അടുത്ത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇതും ശരിക്കും പറഞ്ഞാൽ ലബോറട്ടറി ഉപകരണങ്ങൾ, അടുക്കളയിലെ ഉപകരണങ്ങൾ, ഫാക്ടറി ഉപകരണങ്ങൾ, താപനില വ്യത്യാസം താങ്ങുവാനുള്ള കഴിവുള്ളവയാണ് ഇവ. ഇനിയുള്ളത് ഫൈബർ ഗ്ലാസ്. നമുക്കറിയാം ഏറ്റവും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണിത്. നേർത്ത ലോഹ സുഷിരങ്ങളിലൂടെ ഉരുകിയ ഗ്ലാസ് കടത്തിവിട്ട് നാരുകളാക്കിയിട്ടാണ് ഫൈബർ ഗ്ലാസ് നിർമ്മിക്കുന്നത്. ഇത് പോളിസ്റ്റർ റെസിൻ ഉപയോഗിച്ച് ലാമിനേറ്റ് ചെയ്ത് ബലപ്പെടുത്തി ഉപയോഗിക്കുന്നു. പിന്നെ ഘടകങ്ങളോട് പറയുന്നുണ്ട്. ഉപയോഗം ഇൻഡസ്ട്രി, ഇൻസുലേഷൻ, ഫർണിച്ചർ തുടങ്ങിയവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. നല്ല ഉറപ്പുള്ളതാണ്, ഭാരവും കുറവായിരിക്കും. നൗ സേഫ്റ്റി ഗ്ലാസ്, വാഹനങ്ങളുടെ ഗ്ലാസ്. വാഹനങ്ങൾ നമുക്കറിയാം, നമ്മളെവിടെയെങ്കിലും ഒരു പക്ഷേ റോഡിൽ ഒരു ചെറിയ ആക്സിഡന്റോ മറ്റോ സംഭവിച്ചു നമ്മൾ പോയി നോക്കുമ്പോൾ ആ റോഡിലെല്ലാം ചെറിയ 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 പീസസ് ആയിട്ട് ഗ്ലാസ് കിടക്കുന്നതാണ്. അത് കണ്ടാൽ നമുക്കറിയാം വണ്ടിയുടെ ഗ്ലാസ് ആണ്, വാഹനത്തിലെ വിൻഷീൽഡാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് 2-3 ഗ്ലാസ് പ്ലേറ്റുകൾക്കിടയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് ചെറിയ മർദ്ദത്തിൽ ചൂടാക്കി സേഫ്റ്റി ഗ്ലാസ് നിർമ്മിക്കുന്നു. ഇത് സാധാരണ നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ, ജനലിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ വാഹനത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അത് കൂർത്ത അഗ്രമായിട്ട് തന്നെ വന്ന് ഒരുപക്ഷെ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അപകടം നടക്കുമ്പോൾ മറ്റേ ആൾക്കാർക്കോ ഒക്കെ ദേഹത്തൂടെ കൊണ്ട് കയറി അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാം. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഈ രീതിയിൽ ഇത് എവിടെയെങ്കിലും തട്ടുകയോ വല്ല ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ചെറിയ പൊടികളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പൊട്ടുമ്പോൾ കഷണങ്ങളായി തെറിച്ചു പോകുന്നില്ല. വാഹനങ്ങളിലും വിമാനങ്ങളിലും മറ്റും വിൻ ഗ്ലാസ് ആയി ഇത് ഉപയോഗിക്കും. സോ ദാറ്റ് ഈസ് സേഫ്റ്റി ഗ്ലാസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഗ്ലാസുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഒരു ഗ്ലാസിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഞാൻ ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ഇന്ററാക്റ്റീവ് എക്സസൈസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. താഴെയുണ്ട്. ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ല, തീർച്ചയായിട്ടും റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഒപ്റ്റിക്കൽ ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണടയുടെ ഗ്ലാസ്സിനൊക്കെയാണ് ഒപ്റ്റിക്കൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ എടുക്കാം. ഒപ്റ്റിക്കൽ ഗ്ലാസ്
ഇനി അടുത്തത് ബസിന്റെ ചില്ല് നമുക്കറിയാം സേഫ്റ്റി ഗ്ലാസ് ആയിരിക്കും. ഹെൽമെറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫൈബർ ഗ്ലാസ് ആയിരിക്കും. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആയി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഡ ലൈം ഗ്ലാസ് ആണോ നോക്കാം. അല്ല, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇപ്പൊ ബൾബുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോഡ ലൈം ഗ്ലാസ്. അപ്പോൾ ഈ രീതിയിൽ ഏതൊക്കെ ഉപയോഗത്തിന് ഏതൊക്കെ ടൈപ്പ് രാസവസ്തുക്കൾ ഉള്ള ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നിറമുള്ള സംയുക്തങ്ങൾ, ഗ്ലാസിന് നിറങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ അറിയാം പല നിറത്തിലുള്ള ഗ്ലാസ് ഉണ്ട്. കുപ്പികളൊക്കെ പല നിറത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ ഈ ചില പിന്നെ ഈ ഫ്ലവർ വൈസുകൾക്കൊക്കെ ചില നിറങ്ങളിലേക്കുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നിറം നോക്കാം, അയൺ ഓക്സൈഡ് ആണ് ഈ ഏകദേശം ഒരു പച്ച നിറത്തിലേക്ക് ഈ ഗ്ലാസ് കണ്ടുവരുന്നത്. അതുപോലെ ഈ ബ്ലൂ ആണെങ്കിൽ കൊബാൾട്ട് ആയിരിക്കും. കോപ്പർ ഓക്സൈഡ് ഈ കുറച്ചുകൂടെ നല്ല ഈ വിൻഷീൽഡിനൊക്കെ ബിൽഡിങ്ങുകളിലേക്ക് ഈ ജനലിന്റെ ഭാഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മെറ്റാലിക് ഗോൾഡ് എന്നാണ് ഈ നിറം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് ഗ്ലാസ്സിൽ ഉണ്ടാക്കാനും മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിക്കും. ഗ്ലാസുകൾക്ക് വ്യത്യസ്ത നിറം ലഭിക്കുവാൻ സംക്രമണ മൂലകങ്ങളുടെ ഓക്സൈഡുകളാണ് ഉപയോഗിക്കുന്നത്, ട്രാൻസ്മിഷൻ എലമെന്റ്സ്. ഇനി വ്യത്യസ്ത നിറം ലഭിക്കാൻ ഗ്ലാസിൽ ചേർക്കുന്ന സംയുക്തം ഏതാണെന്ന് നമുക്ക് ടെക്സ്റ്റ് നോക്കി കണ്ടെത്താം. അടുത്തത് ഗ്രീൻ കെമിസ്ട്രി, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒരുപക്ഷെ നമ്മുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, ജനറൽ ആയിട്ടൊരു ചോദ്യം കെമിസ്ട്രി ചോദ്യപേപ്പറിൽ സാധാരണ കാണാറുണ്ട്. അപ്പൊ അത് ഗ്രീൻ കെമിസ്ട്രിയിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ കീടനാശിനികൾ, നേരത്തെ പറഞ്ഞ മറ്റു പല കാര്യങ്ങളിലും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ഗ്രീൻ കെമിസ്ട്രി? പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാതെ ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതി. ഗ്രീൻ കെമിസ്ട്രി നൽകുന്ന ഒരു സന്ദേശം രസതന്ത്രം ഒരു പ്രശ്നമല്ല, ഒരു പരിഹാര മാർഗമാണ് എന്നുള്ളതാണ്. നമ്മളൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ കരുതരുത്. ഒരു പരിഹാര മാർഗമായിട്ട് കെമിസ്ട്രി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ നോക്കുക, ഗ്രീൻ കെമിസ്ട്രി. നമ്മുടെ പ്രകൃതിയുടെ നിറം പച്ചയാണ്, ഗ്രീനറി. അപ്പൊ അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കെമിസ്ട്രി ഉപയോഗിക്കണം, രാസവസ്തുക്കൾ ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മലിനീകരണം തടയാനായിട്ട് അതിനെ പെട്രോളിയം ആക്കി മാറ്റാം, അപ്പോൾ ഒരു ഫ്യൂൽ ആയി കഴിഞ്ഞു. പുക മലിനീകരണം തടയാനായി നമുക്ക് കോട്ടറൽ പ്രസിപ്പിറ്റേറ്റ് എന്ന ഒരു സംവിധാനം, അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് പറയാം. ഈ ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ കലർന്ന പുകയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള പൊടി, മറ്റു വാതകങ്ങളും രാസവസ്തുക്കളും ഒക്കെ മാറ്റിയെടുത്തിട്ട് വെറും പുക മാത്രം നമുക്ക് മുകളിലേക്ക് വിടാൻ കഴിയും. അപ്പോൾ ഇത്തരം രീതിയിൽ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. മണ്ണിൽ ലയിക്കുന്നതും സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിക്കുന്നതുമാണ് ശരിക്കും ഈ പ്ലാസ്റ്റിക്സ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഹരിത രസതന്ത്രം എന്നുള്ള ഈ കെമിസ്ട്രി ഭാഗത്ത് വരുന്ന പാഠഭാഗങ്ങൾ. അത് കുറേയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോയി. ആ ചാപ്റ്റർ നന്നായി വായിച്ചു നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ കൂടെ ഞാനൊന്ന് ചോദ്യോത്തരങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. ഈ ഭാഗത്ത് ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. 1-2 ചോദ്യം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ചോദ്യം, തന്നിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് കണ്ടെത്തുക. ഇത് മെഡിസിൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ, ആരോഗ്യ അതായത് ഹെൽത്ത് ഭാഗത്ത് വരുന്നതാണ്. ഇതിന്റെ ഒന്ന് അമോക്സിസിലിൻ, BCG, ഡെറ്റോൾ. ഇത് മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ വിശദീകരിച്ചത് തന്നെയാണ്. ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കുക. അമോക്സിസിലിൻ ആന്റിബയോട്ടിക് ആണ്, രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. BCG രോഗപ്രതിരോധത്തിനാണ്. കുത്തിവെപ്പ്, BCG കുത്തിവെപ്പ് നമ്മൾ വില്ലൻ ചുമ, ക്ഷയം തുടങ്ങിയ മാരകമായ രോഗങ്ങൾ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡെറ്റോൾ അണുനാശിനിയാണ്, നാം എപ്പോഴും ഉപയോഗിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഈ 3 വിഭാഗത്തിലുള്ള രാസവസ്തുക്കളിൽ അത് ഏതൊക്കെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. 2, നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഖരമാലിന്യ സംസ്കരണം. ഇതെങ്ങനെ നടപ്പിലാക്കാം, എന്തെല്ലാമാണ് ഇതിന്റെ നേട്ടങ്ങൾ? അതിന്റെ ആൻസർ, ജൈവ വസ്തുക്കൾ, അജൈവ വസ്തുക്കൾ, ലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് ജൈവ വസ്തുക്കൾ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിച്ചോ ഗ്യാസ് പ്ലാന്റുകളിൽ ഉപയോഗിച്ചോ ഇന്ധനം, ഊർജം, ജൈവവളം എന്നിവ നമുക്ക് നിർമ്മിക്കാം. പ്ലാസ്റ്റിക്, ലോഹം എന്നിവ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. നേട്ടങ്ങൾ, നമുക്ക് ഇന്ധനം ലഭിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, ലോഹം നാശം തടയാൻ കഴിയും,
പരിസര ശുചീകരണം ഉണ്ടാകും, ജൈവവളമായിട്ടൊക്കെ ഉപയോഗിക്കുവാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 3, പ്ലാസ്റ്റിക്കുകൾ സമൂഹത്തിന് വിപത്താണോ? ഒരു സെമിനാറിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണിത്. ഇതിനോട് പ്രതികൂലമായി നിങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കുക. ചോദ്യം മനസ്സിലാക്കുക. പ്ലാസ്റ്റിക്കുകൾ സമൂഹത്തിന് വിപത്തോ? ഒരു സെമിനാറിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം. ഇതിനോട് പ്രതികൂലമായി നിങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് ജൈവ പ്ലാസ്റ്റിക്കുകൾ, ക്യാപ്സ്യൂളുകൾ, സർജിക്കൽ നൂലുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാം. പേസ് മേക്കറുകൾ, കൃത്രിമ ഹൃദയ നിർമ്മാണം, സ്പോർട്സ് ഉപകരണങ്ങൾ, സിന്തറ്റിക് ട്രാക്സ്, എയർക്രാഫ്റ്റ്, ന്യൂക്ലിയർ റിയാക്ടർ, അതിന് ഔഷധ പ്രയോഗം, സിറിഞ്ച്, ട്രിപ്പ് ബോട്ടിൽ തുടങ്ങിയവ വനനശീകരണം തടയാൻ കഴിയും. മരത്തിന്റെ ഫർണിച്ചറിന് പകരം പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെ നിർമ്മാണം. അപ്പൊ ഇത്തരം പോയിന്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു സെമിനാറിൽ ഈ പറയുന്ന പോയിന്റ്സ്, പ്ലാസ്റ്റിക്കുകൾ സമൂഹത്തിന് വിപത്താണോ എന്നതിനെ പ്രതികൂലമായി നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയും. അപ്പൊ അങ്ങനെയും ഒരു പക്ഷേ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ കഴിയും. എൻഡോസൾഫാൻ ദുരിതം, മരണം 12 പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ. സമൂഹത്തിന് വിപത്തായ ഇത്തരം രാസ കീടനാശിനികൾ നിരോധിച്ചുകൂടെ? നിങ്ങളുടെ അഭിപ്രായം എഴുതി സാധൂകരിക്കാം. ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിന് ഒരു പ്രധാന കാരണമായ കീടനാശിനികൾ നിരോധിക്കുന്നത് പ്രായോഗികമല്ല. എന്നാൽ ഇതിന്റെ അനിയന്ത്രിതമായ ഉപയോഗം നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എൻഡോസൾഫാൻ അല്ല, പ്രത്യേകിച്ച് പ്രയോഗിച്ച രീതിയിലുള്ള അപാകതയാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ മരണം വിതയ്ക്കാൻ കാരണമായത്. കേരളം ഒഴികെയുള്ള മിക്ക സംസ്ഥാനങ്ങളും നിരോധനത്തെ എതിർത്തിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ഹരിത രസതന്ത്രം എന്നാൽ എന്ത്? ഇത് നൽകുന്ന സന്ദേശം എന്ത്? ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. പരിസ്ഥിതിക്ക് ദോഷം ഇല്ലാതെയും ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹരിത രസതന്ത്രം. രാസവസ്തുക്കൾ പ്രകൃതിയിലും ജൈവ ശരീരത്തിലും ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്നിവയുമായി പരമാവധി കുറയ്ക്കുവാൻ ഇത് ശ്രമിക്കുന്നു. രസതന്ത്രം ഒരു പ്രശ്നമല്ല, ഒരു പരിഹാരമാണ്. ഇതാണ് ഹരിത രസതന്ത്രം നൽകുന്ന സന്ദേശം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് വലിയ തിയറങ്ങളോ ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ, ഇക്വേഷൻസോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രസതന്ത്രം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മേഖലകളെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, മെഡിസിൻസ്, ഔഷധങ്ങളുടെ ഭാഗത്ത് കുറേയധികമുണ്ട്. അവയുടെ ഉദാഹരണങ്ങളൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ടൈപ്സ്, ഏതൊക്കെ ടൈപ്പാണ് പ്ലാസ്റ്റിക്സ് ഉള്ളത്, അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ പരമാവധി നമുക്ക് എങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോ സെറ്റിംഗ്സ് പ്ലാസ്റ്റിക്, അവയുടെ വ്യത്യാസം. പിന്നെയുള്ളത് കീടനാശിനികളുണ്ട്. കീടനാശിനികളിലും ജൈവ കീടനാശിനികളുണ്ട്, രാസ കീടനാശിനികളുണ്ട്. അവയുടെ പ്രത്യേകതകൾ, അതായത് അവ ജൈവ കീടനാശിനികൾ ഏതൊക്കെ, രാസ കീടനാശിനികൾ ഏതൊക്കെ, ഇവ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സിമെന്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാൽഷ്യം സിലിക്കേറ്റിന്റെയും അലൂമിനിയം സിലിക്കേറ്റിന്റെയും മിശ്രിതമാണ് സിമെന്റ്. സിമെന്റ് നിർമ്മാണത്തിൽ സിമെന്റിലെ ജിപ്സത്തിന്റെ പങ്ക് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൽ നിന്നും ചോദ്യങ്ങൾ, രാസവസ്തുക്കളുടെ പല പ്രധാനപ്പെട്ട ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കളുടെ പേര് ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹാർഡ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ആൻഡ് ബോറോസിലിക്കേറ്റ്, ഫൈബർ ഗ്ലാസ് ആൻഡ് സേഫ്റ്റി ഗ്ലാസ്. പിന്നെ ലാസ്റ്റ് വൺ ഗ്രീൻ കെമിസ്ട്രി. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഗ്രീൻ കെമിസ്ട്രി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചോ, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ സംസ്കരണത്തെ കുറിച്ചോ, അല്ലെങ്കിൽ കീടനാശിനികളെ കുറിച്ചോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകളെ കുറിച്ചോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ അവസാനം പഠിപ്പിച്ചതായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, കെമിസ്ട്രിയിലെ ഈ അവസാനത്തെ ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ വളരെ വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആ പുസ്തകം, അതിലെ ആ ചാപ്റ്റർ വളരെ എളുപ്പം നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോകാൻ കഴിയുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ്. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ കെമിസ്ട്രി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കെമിസ്ട്രിയിൽ ടെക്സ്റ്റ് വായിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.